കേക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞ ആളാണ്. അമ്മ ഇപ്പൊ വെട്ടിത്തരും. അമ്മയുടെ അതില്ലെന്ന് അറിയത്തില്ല ഇച്ചാല്. രണ്ടെണ്ണൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികര. പപ്പ ഒരു കുപ്പി ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങള് പപ്പായ്ക്കൊരു മമ്മിയുടെ ബർത്ത്ഡേനെ പോലെ തന്നെ പപ്പായ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ ഈ പപ്പാമാർക്കൊന്നും ബർത്ത്ഡേ സർപ്രൈസോ ഗിഫ്റ്റോ ഒന്നും ഇഷ്ടമല്ല. എല്ലാം എൻ്റെ പപ്പായ്ക്കോ തന്നെ ഇച്ചാൻ്റെ പപ്പായ്ക്കോ തന്നെ ആർക്കും അങ്ങനെ അതൊന്നും ഇഷ്ടമൊന്നുമല്ല, താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ് മോളെ നീ ഒന്നും ചെയ്യരുത്, നീ ഒന്നും മേടിക്കരുത്, എനിക്ക് വേണ്ടി പൈസ ഒന്നും ചിലവാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളിന്ന് പപ്പായ്ക്ക് ചെറിയ ബർത്ത്ഡേ, ചെറുതല്ല, സ്റ്റിൽ ഒരു മൂന്ന് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഓൾറെഡി ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞങ്ങൾക്ക് എടുക്കാൻ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഭയങ്കര ഹാപ്പിയാണ്, നന്നായിട്ടിരിക്കുകയാണ്. അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമുക്ക് നിങ്ങളെ പോയി ബാക്കി വീഡിയോ കണ്ടിട്ടോ. സോ ഗായ്സ്, നമ്മൾ പപ്പായ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ലൈക്ക് 3 ഗിഫ്റ്റാണ്. ആ 3 ഗിഫ്റ്റിൽ മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് ഇതൊരു വാച്ചാണ്. ആ വാച്ച് വാങ്ങാനൊരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് പപ്പായും മമ്മിയും എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾക്ക് കുഞ്ഞിലേ തൊട്ടേ എനിക്ക് എന്റേന്ന് പറഞ്ഞാല് പപ്പ ഞാൻ വന്ന സമയം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേക്ക് പപ്പ എനിക്കൊരു ചെരുപ്പെങ്കിലും മീൻസ് എന്തെങ്കിലും എനിക്ക് പപ്പ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് എനിക്ക് മേടിച്ച് തരുമായിരുന്നു. അപ്പം ഞങ്ങൾ 2 ദിവസത്തിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടോ പപ്പയ്ക്ക് എന്ത് വേണം ബർത്ത്ഡേക്ക്, പപ്പയുടെ ബർത്ത്ഡേ വരെയല്ലേ പപ്പയ്ക്ക് എന്ത് വേണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട ഒന്നും മേടിക്കരുത്, എല്ലാ പേരൻസിനും പോലെ ഞാനാണോ അപ്പം അല്ലെങ്കിലും പപ്പയ്ക്ക് എന്തെങ്കിലും മേടിക്കുന്ന കാര്യം പറയും എനിക്ക് മേടിക്കണ്ട നിങ്ങൾക്ക് ആ പൈസക്ക് നിങ്ങൾ മേടിച്ചോ മക്കളെ. അപ്പം അങ്ങനെ അറിയത്തോ പപ്പ പറഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല. നമ്മള് അങ്ങനെ പറഞ്ഞാൽ എന്ത് വേണം, നമ്മൾ ഉറപ്പായിട്ടും മേടിച്ചു കൊടുക്കണം. പപ്പായ്ക്ക് പപ്പ എന്നിട്ട് പറഞ്ഞു, അപ്പ ഒന്നും പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല പപ്പായ്ക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ പപ്പായ്ക്കൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പപ്പായ്ക്ക് പെട്ടെന്ന് കൊണ്ട് കൊടുക്കുമ്പോഴുള്ളൊരു അത് കാണുമല്ലോ. നമ്മുടെ പാരന്റ്സ് കൂടെയുള്ള സമയത്ത് മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂ, അവരെ ഹാപ്പി ആക്കാൻ പറ്റൂ, കുറച്ച് നല്ല മെമ്മറീസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ലൈക്ക് കുഞ്ഞു ചെറിയ സന്തോഷങ്ങൾ മതിയായിരിക്കും. അവർക്ക് അത്ര വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. അവർക്ക് അവരുടെ കിഡ്സിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നൊരിതല്ലേ ഉള്ളൂ. സോ അത് ടൂ ലൈറ്റ് ആകുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ തന്നെ ചെയ്യുക. ചെറിയ കാര്യമായാലും മതി, ചെറിയ കാര്യമാണെങ്കിലും അവരെ സന്തോഷിപ്പിക്കുക. സോ അവരുടെ ഒരു ഗിഫ്റ്റിന്റെ ഐറ്റം എന്ന് വെച്ചാൽ വാച്ചാണ്. ദാറ്റ് മീൻസ് പപ്പായ്ക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെയായിട്ടും നമ്മളങ്ങനെ അപ്പൊ ഒരു നല്ല വാച്ച് കെട്ടി ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ചീത്തയായി പോകും, അത് റിപ്പയർ ചെയ്യും, അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലുള്ള വാച്ച് പപ്പ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ഹൈ എൻഡ് വാച്ച് പപ്പ യൂസ് ചെയ്ത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ ബർത്ത്ഡേക്ക് നല്ലൊരു അടിപൊളിയൊരു വാച്ച് മാത്രമല്ല അതിന്റെ കൂടെ കുറച്ച് സർപ്രൈസ്
2 more ഗിഫ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. യെപ്പ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പപ്പയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി. സ്വാദിഷ്ടമായ പ്രോൺസ് ബിരിയാണി. പപ്പായ്ക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. Together strong with family love, laughter echo in every room, brighten days dispel the gloom, united always, never alone, in each other we found a home. To the man who taught me right from wrong, who always had my back, always strong. Today's your day, let's celebrate. The best dad in the world, it's no debate. Happy birthday, Dad, I love you so, more than all the stars that glow. Your wisdom and your humor guide my way. I cherish every moment, every day. You taught me so much, I'm forever grateful for your love and support, always faithful. Happy birthday, Dad, I love you so, more than all the stars that glow. അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം. I'm so grateful to have you in my side. You're the best dad a child could ask for. I'm so lucky to have you, that's for sure. I'll always be your little girl, and I'll always love you, that's my world. Happy birthday, Dad, I love you so.
സന്തോഷമായിട്ട് ഗോൾ അടിച്ചിരിക്കുകയാണ്. ചുമ്മാ കേക്കോട്ട തിന്ന. ഡയമണ്ട് സ്റ്റോൺ വാച്ച്. ഓക്കെ, ഫ്രഞ്ച് കണക്ഷൻ, ഫ്രഞ്ച് വാച്ചാണ്. നോക്കൂ അപ്പടെ കൈ നോക്കൂ. കാണിക്കപ്പ കല്ലിനെയാണ് കേട്ടോ ഡയമണ്ട്. അങ്ങനെ എന്റെ കയ്യിൽ ഹാപ്പി സോ മച്ച് ഹാപ്പി. ചോളൂ ഇതല്ല ഞങ്ങൾ കേരളത്തിൽ ഹാപ്പി ആയമേ. ഞാൻ എന്ന് പറഞ്ഞ ആഗ്രഹമുണ്ട്. അതിനെക്കാട്ടി എക്സൈറ്റ്മെന്റ് അമർത്തിക്കാണ്. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിങ് അതിമനോഹരമായിട്ട് വർക്കൗട്ട് ആയി. പപ്പയ്ക്ക് ഒന്നും വേണ്ടെന്നുള്ള രീതിയിൽ പപ്പ ഇരുന്നിട്ട് അവസാനം ഷിഫ്റ്റ് കഴിഞ്ഞിരുന്നോ? ഓക്കെ, പപ്പ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. പപ്പ എനിക്കൊന്ന് ഒരു ബർത്ത്ഡേ ഇങ്ങനെ ഹാപ്പിയായി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര ഹാപ്പി ആയി പപ്പ. ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ ഡാൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പപ്പയ്ക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പപ്പ നിന്നത്. ഒന്ന് മേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പപ്പ നിന്നത്. പക്ഷെ അത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി. ഭയങ്കര ഹാപ്പി ആയി. ഞങ്ങള് അടിപൊളിയായിട്ട് എല്ലാം അവസാനിപ്പിച്ചിട്ടില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങൾ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഞങ്ങളുടെ ഫാമിലിയിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഞങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.